തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ നടത്തിപ്പിനെ വിമർശിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. മേളയ്ക്ക് അന്താരാഷ്ട്ര ജൂറി വേണമെന്ന അടൂർ ഗോപാലകൃഷ്ണൻ IFFK അന്താരാഷ്ട്ര തലത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. വിവരവും അനുഭവമുള്ള ഒരാളെ അക്കാദമി ചെയർമാനാക്കണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ന് വരേക്കും ഇന്റർനാഷണലായിട്ട് ഈ ഫെസ്റ്റിവലിനെ പറ്റി എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ഇന്റർനാഷണൽ ജൂറി വേണം. ജൂറി തന്നെ നമുക്ക് കേരളത്തിലെ അഭ്യസ്തവിദ്യരും ഫിലിം സൊസൈറ്റി കൂടെ പടം കണ്ടിട്ടുള്ളവരുമാണ് ഇപ്പോഴത്തെ കാഴ്ചക്കാർ മുഴുവൻ. അവർക്ക് ഇന്നവരൊക്കെ വന്നു, ഇന്ന ഫിലിം മേക്കേഴ്സ് ഇവിടെ ജൂറിയിൽ വന്നു, അല്ലെങ്കിൽ ഇന്ന വലിയ ഫിലിം മേക്കറെ നമ്മളിവിടെ ഓണർ ചെയ്തു എന്നൊക്കെ പറയാൻ സന്തോഷമായിരിക്കും. ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു ജൂറിയെ വയ്ക്കുകയല്ല. പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് വൈകി എത്തിയതിലും അടൂർ ഗോപാലകൃഷ്ണൻ അമർഷം പ്രകടിപ്പിച്ചു. മന്ത്രിയെ വേദിയിൽ ഇരുത്തിയായിരുന്നു വിമർശനം. മന്ത്രി എപ്പോഴും തിരക്കാണ്. പക്ഷെ അവർ മറന്നു പോകുന്നൊരു ഭാഗം, നമ്മൾക്കും ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കാര്യം പറയാനുള്ളത് കൊണ്ടാണ് നമ്മൾ മീറ്റിങ്ങിൽ വരുന്നതെന്ന്. അതുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരു അനാവശ്യമായ നീരസം ഉണ്ടാക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. 2 മണിക്ക് ആരംഭിക്കേണ്ട പരിപാടിയിൽ 2 മണിക്കൂർ വൈകിയാണ് മന്ത്രി എത്തിയത്. ദേവൻ MP യുടെ തിരുവനന്തപുരത്ത് നിന്നും. ദേവൻ, എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേളയുടെ നടത്തിപ്പിൽ സർക്കാർ ഒരു ഗൗരവതരമായിട്ടുള്ള ഉത്തരവാദിത്വം കാണിക്കുന്നില്ലെന്നുള്ള ഒരു വിമർശനമാണ് വളരെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ കൂടിയായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള, അതായത് നമ്മൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതൊരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, മേളയ്ക്ക് ഒരു ജൂറിയെ തിരഞ്ഞെടുക്കുമ്പോൾ താൽക്കാലികമായി അല്ലെങ്കിൽ ഒരു ഗൗരവതരമായിട്ടുള്ള പരിഗണന കൂടിയാലോചനകളൊന്നും തന്നെ ഇല്ലാതെ ഒരു താൽക്കാലിക ജൂറി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഈ മേളയ്ക്കായി ഒരു ജൂറിയെ കണ്ടെത്തുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ജൂറിയെ മേളയ്ക്കായി കണ്ടെത്തണം എന്നുള്ളൊരു കാര്യം കൂടി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നു, ഒരു വിമർശനമായി പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ അലംഭാവമുണ്ടെന്നും അത് ഈ IFFKയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകുമെന്നുള്ള കാര്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഇതിനെല്ലാം തന്നെ കാരണമായി വരുന്നത് ഈ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ചെയർമാൻ പലപ്പോഴും ഈ സർക്കാരിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന ആളുകളെയാണ് ഈ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി നിയമിക്കുന്നത്. അത് പലപ്പോഴും ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധമില്ലാത്ത ആൾക്കാരെ വെക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ തരത്തിൽ മേളയുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ അക്കാദമിയുടെ നടത്തിപ്പിലും വലിയ രീതിയിലുള്ള ഗുരുതര വീഴ്ചകൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അക്കാദമി ചെയർമാനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിന് പിന്നിലും ഈ ഒരു നിയമനത്തിൽ കാണിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വീഴ്ചയാണ്, അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന ഒരു അലംഭാവമാണെന്നുള്ളൊരു കാര്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ചലച്ചിത്ര അക്കാദമിയും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ സംസാരിക്കാനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി എത്തിയത് 2 മണിക്കൂർ വൈകിയാണ്. ഈ കാര്യത്തിലും അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ചെറിയ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അക്കാര്യം അടൂർ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മന്ത്രിമാരാണ് പലപ്പോഴും തിരക്കുകളുള്ള വ്യക്തികളാണ്. പക്ഷേ തങ്ങൾക്കും തിരക്കുകൾ ഉണ്ടെന്നും മുൻപ് ഇതുപോലെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു ചർച്ചയ്ക്കായി വിളിച്ച ശേഷം 1.5 മണിക്കൂർ വൈകിയാണ് അന്ന് എത്തിയതെന്നുള്ള കാര്യവും അടൂർ ഗോപാലകൃഷ്ണൻ ഒരു നീരസമായി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് അപ്പോൾ തന്നെ PC വിഷ്ണുനാഥ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് വ്യക്തമാക്കിയത് തനിക്ക് മറ്റു ചില തിരക്കുകൾ ഇന്നുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വൈകിയതിലും അതിൽ പൂർണ്ണമായും ക്ഷമ ചോദിക്കും എന്നുള്ള കാര്യവും മന്ത്രി PC വിഷ്ണുനാഥ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോന.